പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നും നയിക്കുന്നു തന്നെ ആമേൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂർ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താവുന്നു. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ മനുഷ്യത്വമാണോ നാം അനുഭവിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ്. ഞാൻ കുറച്ച് ദിവസം ഒരു വീഡിയോ കണ്ടതിൽ കർത്താവിൻ്റെ മനുഷ്യത്വമാണ് നാം വിശുദ്ധ കുർബാനയിൽ ഭക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോസ്തോലിക സഭയിലെ ഒരച്ഛനാണ്. അതിനോട് പൂർണ്ണമായി യോജിക്കാൻ യാക്കോബായ സഭയ്ക്ക് പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. കർത്താവിൽ മനുഷ്യത്വവും ദൈവത്വവും ഉണ്ട്. അത് അപ്പോസ്തോലിക സഭകളൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ എല്ലാ സഭകളും കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധം രണ്ടിൻ്റെയും സ്വഭാവ സവിശേഷതകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. കർത്താവിൽ അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധം സമ്മേളിച്ചിരിക്കുന്നു, സമഞ്ജസമായി സമ്മേളിക്കുന്നു. അതിനെ ഒരിക്കലും വേർതിരിച്ച് കാണാൻ പറ്റില്ല. മനുഷ്യത്വവും ദൈവത്വവും തിരിച്ചിരിച്ച് കാണാൻ പറ്റില്ല. മനുഷ്യത്വം ദൈവത്വം ഉണ്ട്, അത് യോജിച്ചിരിക്കുകയാണ്, ഒരിക്കലും അത് വേർതിരിക്കുന്നു. അപ്പം എല്ലാ സഭകളും അത് അംഗീകരിക്കണമെന്നില്ല. മനുഷ്യത്വം ദൈവത്വം ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. തിരിഞ്ഞ് രണ്ട് വ്യക്തികളായിട്ട് നിൽക്കുന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ചില സമയത്ത് മനുഷ്യ സ്വഭാവം, ചില സമയത്ത് ദൈവ സ്വഭാവം. ചില സഭകൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ക്രൂശിൽ മരിച്ചത് ദൈവത്വമല്ല മനുഷ്യത്വമാണ്. അല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചത് ദൈവമല്ല മനുഷ്യനാണ്. അച്ഛൻ പറഞ്ഞത് കർത്താവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരമാണ് നമ്മൾ ഭക്ഷിക്കുന്നതെന്നാണ്. ആ ഉയർപ്പിൻ ശരീരം, പുനരുത്ഥാന ശരീരം. അങ്ങനെയാണ് കർത്താവിന് പുനരുത്ഥാന ജീവൻ നമുക്ക് ലഭിക്കുന്നത് നാം ആ കുർബാന അനുഭവിക്കുമ്പോൾ. കുർബാന അനുഭവിക്കുന്നു എന്നുള്ള വാക്ക് പലപ്പോഴും അവർ ഉപയോഗിക്കാറുള്ള കുർബാന ഭക്ഷിക്കണം എന്ന് പറയണം. അതിൽ തെറ്റില്ല. യോഹന്നാൻ 6:50-51 അനുസരിച്ച് എൻ്റെ മാംസം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവന് ഉള്ള ജീവനില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. മാംസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചെന്ന് വിചാരിച്ച് തെറ്റില്ല. പക്ഷെ ശരീരം എന്നുള്ളതാണ് കൂടുതൽ ശരീരം. ഞാൻ പറയുമ്പോൾ കർത്താവിന് തെറ്റാണെന്ന് ചോദിക്കരുത്. അവൻ്റെ ശരീരവും രക്തവുമാണ് നമുക്ക് തന്നത് വിശുദ്ധ കുർബാനയിൽ കൂടി. ഇത് ഭക്ഷിക്കണമെന്നും പറഞ്ഞു, ഇത് കുടിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഈ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ രക്തമുണ്ടാകുമോ എന്നതിൻ്റെ ചോദ്യം. രക്തമൊക്കെ ക്രൂശിൽ ചൊരിഞ്ഞുപോയി, ഊറ്റിപ്പോയി. പിന്നെ അതിനകത്ത് രക്തമില്ല. ഞാൻ ഇതിനുമ്പോൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ സൂചിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് പറയാം. ഞാൻ ഭൂതവും പ്രേതമൊന്നുമല്ല. ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. രക്തമുണ്ടെന്ന് കർത്താവ് പറയുന്നില്ല. തന്നെയല്ല, ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥത യാചിക്കുമ്പോഴും ആണിപ്പാടുകൾ കാണിക്കുമ്പോഴും ഒരു ശകലം പോലും രക്തമില്ല. ആ രക്തത്തിൻ്റെ പകരമാണ് ഈ ആണിപ്പാടുകൾ. വാസ്തവത്തിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ മുറിവുകൾ കാണാൻ പാടില്ലാത്തതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം നിയോഗം അങ്ങനെയാണ്. ആ മുറിവുകൾ, ആ പഞ്ചമുറിവുകളോട് കാണണം. ആ മുറിവുകൾ കാണിച്ചുകൊണ്ടാണ് പിതാവിനോട് പക്ഷപാതം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി, അവന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി. ഞാൻ ഈ അച്ഛനോട് ചോദിക്കുന്നത്, ഈ
രക്തം എവിടെ നിന്ന് വന്നു? യാക്കോബായ സഭയുടെ വിശ്വാസം കർത്താവിൻ്റെ സ്വാഭാവിക ശരീരവും പുനരുത്ഥാനം ചെയ്ത ശരീരവും സമ്യക്കായി സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് കർത്താവിന് ഒരു ശരീരമായിട്ട് തീരുന്നത്. കർത്താവിന് ഒരു ശരീരമുള്ളൂ, രണ്ട് ശരീരമെന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് സ്വാഭാവിക ശരീരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം പുനരുത്ഥാനത്തിന് മുമ്പ് തന്നെ സ്ഥാപിച്ചു. എങ്കിലും കർത്താവിന് പുനരുത്ഥാന ശരീരം സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ മാംസം അല്ലെങ്കിൽ എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം, ഈ രണ്ടും ഒരിക്കലും വേറെ വരാൻ പാടുന്ന വിധമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മനുഷ്യത്വം അന്ന് ഭക്ഷിക്കുന്നു പറയാൻ പാടില്ല. കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. ഒരു മനുഷ്യത്വം ഭക്ഷിച്ചുകൊണ്ട് രക്ഷയില്ല. തേജസ്കരിക്കപ്പെട്ട ശരീരമായാലും ഒരു മനുഷ്യൻ്റെ ശരീരം, കർത്താവിൻ്റെ ശരീരം, അവിടെ ദൈവത്വം ഇല്ല കേട്ടോ. ദൈവത്വം മാറ്റി വെച്ചേക്കാണ്. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഈ മനുഷ്യത്വം ഭക്ഷിക്കാൻ പറ്റില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയാണ്. മനുഷ്യനാണ് പേഴ്സൺ. ഈ മനുഷ്യത്വം, ദൈവത്വം, വ്യക്തിത്വം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? മനുഷ്യൻ്റെ സ്വത്വമാണ് മനുഷ്യത്വം. നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വ്യക്തിത്വത്തെയാണ് അറിയുന്നത്. അവൻ്റെ സ്വഭാവത്തിലാണ് അത് അറിയുന്നത്. അവൻ മനുഷ്യനാണെന്ന് പറയുമ്പോഴേ പൂർണ്ണമായിട്ട് അവനെ ഉൾക്കൊള്ളാൻ പറ്റും. ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം ഈ 3 പേരെ കാണാൻ പറ്റില്ല. കർത്താവ് മനുഷ്യാവതാരം എടുത്തപ്പോൾ അവനെ കാണാൻ പറ്റി. അത് അപ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത്. മനുഷ്യത്വം മാത്രമാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, പാപമില്ലാത്ത ഒരു മനുഷ്യൻ്റെ അവൻ ക്രൂശിൽ മരിച്ചാൽ മതിയായിരുന്നു. മനുഷ്യരൊക്കെ പാപികളാണ്. കർത്താവിന് പാപമില്ലാത്ത ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ പാപം ചെയ്യാതെ സൂക്ഷിച്ച് ബലിയർപ്പിക്കപ്പെട്ടാൽ അത് തേജസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാൽ ആ ബലി കൊണ്ട് മനുഷ്യനെ രക്ഷ കിട്ടൂല്ല. ദൈവവും മനുഷ്യനുമായവൻ ക്രൂശിക്കപ്പെടണം. അവന് മാത്രമേ രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. അതാണ് യാക്കോബായ സഭ എപ്പോഴും പഠിപ്പിക്കുന്നത്. മനുഷ്യത്വവും ദൈവത്വവും ഒന്നായിരിക്കുന്ന ദൈവ മനുഷ്യനായ യേശു ക്രിസ്തുവിന് മാത്രമേ രക്ഷ തരാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകം മനസ്സിലാക്കുക. ദൈവവും മനുഷ്യനുമായവനാണ് ക്രൂശിക്കപ്പെട്ടത്. ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും അവൻ വേദന അനുഭവിച്ചു. ദൈവമായിട്ടും മനുഷ്യനായിട്ടും അവൻ വേദന അനുഭവിച്ചു. കാരണം ദൈവത്വവും മനുഷ്യത്വവും ഒന്നായിരിക്കണം. ദൈവത്വവും മനുഷ്യത്വവും ഒന്നായിരിക്കുന്ന അവസ്ഥയിലാണ് കർത്താവ് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. തിരിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലല്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്, അവരെ കുറ്റം പറയുന്നല്ല. നമ്മുടെ ആളുകളെ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനായിട്ട് സത്യാവസ്ഥ പറയുന്നു മാത്രം. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് വിശ്വസിക്കാം. അതിന് ആരും തെറ്റ് പറയാൻ പറ്റില്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം. നാം വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്നത് കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും അടങ്ങിയ ശരീരമാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ രക്തം അവിടെ നിന്ന് വന്നു? അത് വേണ്ട. സ്വാഭാവിക ശരീരം മുറിക്കുമ്പോൾ അതാ രക്തം വരുന്നു. സ്വാഭാവിക ശരീരം മുറിക്കപ്പെടുമ്പോൾ ഈ രക്തം വരുന്നു. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് മാംസമുണ്ട്. കർത്താവിന് പറഞ്ഞിട്ടുണ്ട്
ഭൂതത്തിൻ്റെ അസ്ഥി മാംസമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്, രക്തത്തിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പം മാംസം തേജസ്വീകരിക്കപ്പെട്ട ശരീരത്തിൽ നിന്നും, രക്തം സ്വാഭാവിക ശരീരത്തിൽ നിന്നും വന്നു എന്ന് ധരിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം ആ സ്വാഭാവിക ശരീരം ദൈവത്വവും മനുഷ്യത്വവും ഉൾക്കൊള്ളുന്ന ശരീരമാണ്. തേജസ്കരിക്കപ്പെട്ട ശരീരവും ദൈവത്വവും മനുഷ്യത്വവും ഉൾക്കൊള്ളുന്നതാണ്. ദൈവത്തിൽ രക്തം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്ന കർത്താവിൽ പറയും, ഇതെൻ്റെ രക്തം, ഇതെൻ്റെ മാംസമൊന്നും, ഇതെൻ്റെ ശരീരമൊന്നും, ഇതെൻ്റെ മനുഷ്യ ശരീരം എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അതിലിതെൻ്റെ മനുഷ്യരക്തം കർത്താവ് പറഞ്ഞിട്ടില്ല. ഇതെൻ്റെ രക്തം, ഇതെൻ്റെ ശരീരം. അപ്പോൾ സ്വാഭാവിക ശരീരവും തേജസ്കരിക്കപ്പെട്ട ശരീരവും സമ്യക്കായി സമഞ്ജസമായി സമ്മേളിച്ച ശരീരവും രക്തവുമാണ്. അതുകൊണ്ടാണ് കാസായിലെ ആ വീഞ്ഞ് രക്തമായി മാറുന്നത്. അങ്ങനെയാണ്. അതാണ് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കർത്താവിന് അഹറോൻ്റെ പൗരോഹിത്യമുണ്ട്. രക്തബലി അർപ്പിച്ച് ആ പൗരോഹിത്യമാണ്. കർത്താവിൽ അഹറോന്യ പൗരോഹിത്യവും മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. ഇന്നും അന്നും ആ പൗരോഹിത്യമാണ് അപ്പോസ്തലന്മാർ കൊടുത്തത്. യോഹന്നാൻ 20:20 വായിക്കുമ്പോൾ ആ പൗരോഹിത്യമാണ് അപ്പോസ്തലന്മാരും അവരുടെ പിൻഗാമികളെ ജനത്തിന് നമുക്ക് തന്നത്, അതിൽ പട്ടക്കാർക്ക് കൊടുത്തത്. അതുകൊണ്ട് ധൈര്യമായിട്ട് അവർക്ക് കാസായിലെ വീഞ്ഞിനെ രക്തമാക്കി മാറ്റാൻ കഴിയും. ആ അഹറോന്യ പൗരോഹിത്യം ഇല്ലെങ്കിൽ, ആ ദൈവത്വം ഇല്ലെങ്കിൽ കാസായിലെ വീഞ്ഞ് രക്തമായിട്ട് മാറൂല. അച്ഛനത് ആലോചിച്ച് നോക്കുക. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അച്ഛൻ്റെ പേരൊന്നും ഞാൻ പറയണല്ലേ, എന്തിനാ അതൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കണേ. അച്ഛന് അത് ആലോചിക്കാൻ പറ്റി, ആലോചിച്ചിട്ട് പറയട്ടെ, അത്രേ ഉള്ളൂ. മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യം മാത്രമേ ഉള്ളൂ എങ്കിൽ കാസായിലെ വീഞ്ഞ് രക്തമായിട്ട് മാറില്ല. യാക്കോബായ സഭയിലെ സത്യബലിയാകുന്ന സത്യപസഹയാകുന്ന വിശുദ്ധ കുർബാന, അത് കർത്താവ് പിതാവിലേക്ക് നോക്കി ദൃഷ്ടികൾ ഉയർത്തി അനുവാദം മേടിച്ച് സ്തോത്രം ചെയ്ത്, സ്തോത്രം തന്നെ ഒരു വാഴ്വാണ്, വാഴ്ത്തി ശുദ്ധീകരിച്ച് ഇതെൻ്റെ രക്തം, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞ് തന്നാൽ പിന്നെ അത് പഴയ സ്ഥിതിയിലേക്ക് പോവില്ല. പിന്നെ അപ്പവും രക്തവുമായിട്ട് മാറില്ല, അപ്പവും വീഞ്ഞുമായിട്ട് മാറില്ല, ഒരിക്കലും മാറും. ഈ 2000 കൊല്ലം വരെയും ഞങ്ങളുടെ സഭയിലെ വിശുദ്ധ കുർബാന ഒരിക്കലും അപ്പവും വീഞ്ഞുമായി മാറിയിട്ടില്ല. ഒരാളുടെ നാവിലും രക്തം കണ്ടിട്ടില്ല, മാംസവും കണ്ടിട്ടില്ല. അനുഭവിച്ച വിശുദ്ധ കുർബാന അനുഭവിച്ച ഒരാളുടെ വായിലും നാവിലും രക്തമോ മാംസമോ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ശരീരമോ കണ്ടിട്ടില്ല. മാറില്ല. അത് മാറാൻ വേണ്ടിയിട്ടല്ല അത് കർത്താവ് തന്നത്. നിങ്ങളിത് ഭക്ഷിക്കുക, അതെൻ്റെ ശരീരവും എൻ്റെ രക്തമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. അപ്പവും വീഞ്ഞുമായിട്ടല്ല നമ്മൾ ഭക്ഷിക്കുന്നത്. എല്ലാ പുസ്തകത്തിലും സഭകളും തന്നെയാണ്. പക്ഷെ അത് പിന്നെ ചേഞ്ചില്ല. അത് ഒരു മാജിക്കായിട്ട് അല്ലല്ലോ കർത്താവ് സ്ഥാപിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മനുഷ്യത്വം മാത്രമല്ല നമ്മൾ ഭക്ഷിക്കുന്നത്, ദൈവത്വവും കൂടിയാണ്. അല്ലെങ്കിൽ ദൈവ മനുഷ്യനായ യേശുക്രിസ്തുവിനെയാണ് വിശുദ്ധ കുർബാനയിൽ നാം ഭക്ഷിക്കുന്നത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.